ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണ്? നമ്മളിതാ പോത്തിനെ രാവിലെ നേരത്തെ അയച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴുകാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോത്തിൻ്റെ അങ്ങോട്ട് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നായ്ക്കളൊക്കെ അതാ പോയി പോത്തിനെ കഴുകുന്ന വെള്ളത്തിൽ നീർനായ വരുന്നുണ്ട് എന്ന് അവിടെ കുറേ പേര് അവിടെ കുളിക്കാനും തീരുമാനമൊക്കെ പോയപ്പോൾ പറയുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോത്തിനെ ചിലപ്പോൾ അപ്പോൾ വെള്ളത്തിലിറക്കി കഴുകുന്നുണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ മേയ്ക്കാറ്. വേണ്ട ഒരു മഴ പെയ്തിട്ടുള്ള അന്തരീക്ഷമാണ് കേട്ടോ. വേണ്ട മരമൊക്കെ പൊട്ടി വീണ് കിടക്കുന്നുണ്ടോ. അപ്പം ഞാനും മിക്കും ചോട്ടും കൂടെ അപ്പൂൻ്റെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ അങ്ങനെ ചളിയാണ്, നോക്കി ചളിയിലെങ്കിൽ പുഴയ്ക്കും കൊണ്ട് അവിടെ കിടക്കും. ചോട്ടു വേണ്ട മരമൊക്കെ പൊട്ടി വീണ് കിടക്കണത്. അപ്പോൾ നമ്മൾ തോട്ടിലേക്ക് നടക്കുകയാണ് ഗൈസ്. അത് നമുക്ക് പോത്തിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ പോത്തിനെ കഴുകുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ. നമ്മളവിടെ എത്തിയ ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് എപ്പോഴും തൊഴുത്ത് കഴുകുന്ന വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ഇന്ന് വിചാരിച്ചു പോത്തിനെ കഴുകുന്നതും പോത്ത് മേയുന്നതും ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യാനായിട്ടാ. നമ്മുടെ പോത്തൊക്കെ കുറച്ച് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ട അന്തരീക്ഷം കണ്ട ഒരു മഴ പോലെ. നിൽക്കുബ ചോട്ടുവിന് കൈ പിടിക്കും. അപ്പോൾ ഇതാ നമ്മുടെ 3 പോത്തുകളും അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. നിൽക്കുതിയവാ അതേ പോയി വഴുക്കും. അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടാണ് പോത്തിനെ കഴുകുന്നത് കേട്ടോ. ഈ പോത്തിനെ കഴുകുന്ന ഇവിടെയൊക്കെ നീർനായനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. സത്യമാണെന്നൊന്നും അറിയില്ല കേട്ടോ. എന്താ ഇപ്പോൾ പോത്ത് കഴുകിക്കൊണ്ടിരിക്കണം. എന്താ ഒരാൾ നോക്ക് കൂളി കിട്ടുന്നതിൻ്റെയാണ്. രണ്ടാൾ കിടപ്പിലും ഒരാളും 3 കിടപ്പിലാണ്. ഒരാളും ഉരച്ച് കഴുകുകയാണ്. അപ്പോൾ എല്ലാവരെ കഴുകി കഴിയട്ടെ ഗൈസ്. പോത്തിനെ കഴുകണില്ല കുഞ്ഞാ. കുശി എന്താ തിന്നണേ? പഴം. പോത്തുകളിൽ 3 തേച്ച് കഴുകി കുളിപ്പിക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു ബ്ലാക്ക് കളർ നമുക്ക് എപ്പോഴും നിലനിന്ന് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ഇവർ ഈ ചളിയിലൊക്കെ കിടക്കുന്നത് ഇതിന് മേലെ ഈച്ചയൊന്നും വരാണ്ടിരിക്കാനാണ് കേട്ടോ. ഇവർ കൂടുതലും ചളിയിൽ എന്തെങ്കിലുമൊക്കെ കിടക്കുന്നത്. ആ ചളിയൊക്കെ നിറയെ ഇവരുടെ ശരീരത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈച്ച പൊട്ടനൊന്നും ഇവർ കടിക്കുന്നത് വളരെ കുറവാണ്. വൃത്തിക്കിനെ കഴുകണം കേട്ടോ. പോത്തുകൾ സുഖമായി വെള്ളത്തിൽ കിടക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ പോത്തുകൾക്ക് കൊടുക്കുന്നത് ബിയർ വേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിയർ വേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പോത്തുകൾ പെട്ടെന്ന് വളരാനും അതുപോലെ തന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബിയർ വേസ്റ്റ് നല്ലോണം കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം ഒരു ചാക്ക് ഇറക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു കേട്ടോ ഇവർ കഴിക്കില്ലേ എന്നുള്ളതൊക്കെ. പക്ഷേ ഇറക്കിയ സമയത്ത് അത് ഫുള്ളും കഴിച്ചു. അപ്പോൾ പോത്തുകളെല്ലാം കഴുകി കഴിയാറായി. ഇനി കഴുകി കഴിഞ്ഞ് മേയിച്ചിട്ട് വീട്ടിൽ പോകാട്ടോ ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഇനി പോത്തുകളതാ കഴുകി കഴിയാറായി. ഇനി ഇവർ മേയുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും ദൂരെയാണ് കേട്ടോ. ഞാൻ ഇത്തിരി സൂം ചെയ്തെടുത്തതാണ് അവരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇവർ മെയിന്നൊക്കെ കാണാം. മെയിന്ന വീഡിയോസ് ചെയ്തിട്ട് കുറേ ആയില്ലേ. പണ്ട് നമ്മൾ ഇവരെ കൊണ്ടുവന്ന സമയത്ത് ഡെയിലി മെയിന്ന വീഡിയോ ഇടും. ഇപ്പം നമ്മൾ കൂടുതലും തൊഴുത്ത് വൃത്തിയാക്കുന്ന വീഡിയോസാണ് ഇടുന്നത്. ഇവർ മെയിന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അവരെവിടെ കെട്ടിയിടുന്നത്. അപ്പോൾ അതാ നമ്മുടെ പോത്തുകളുടെ നീരാടലും കൂളിയിട്ടുള്ള കുളിയൊക്കെ കഴിഞ്ഞ് ആശാമാർ കയറി പിന്നെ പാടത്തിൻ്റെ സൈഡിലുള്ള പുല്ലൊക്കെ ഇങ്ങനെ തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ കയറിയതിന് ശേഷം അപ്പൂനെ നോക്കി കൊമ്പും കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ പോത്തുകളിനതാ നമ്മൾ കഴുകി കയറ്റിയിട്ടാ. അതപ്പോൾ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്ട ഇനി ഇവരിതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പുല്ലൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും കേട്ടോ. എന്താ ഇവരിനെ ഒന്ന് കഴുകി വിട്ട് കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് മേയും. എന്തെങ്കിലും കുത്തിയിട്ടുണ്ടാവും. എവിടെ? കണ്ണ് ചുവന്നിരിക്കണോ? അടിഭാഗം ചിലപ്പോൾ എന്തെങ്കിലും കടിച്ചിട്ടുണ്ടാവും. വെള്ളത്തിൽ കിടന്നിട്ട് എന്തെങ്കിലും കടിച്ചാ? അപ്പം നമ്മുടെ പോത്തുകൾ ഉണ്ട്. അപ്പോൾ നല്ല സൈസായി വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ബിയർ വേസ്റ്റൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വേണ്ടവർ കമൻറ്റ് ഇട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക, നമ്മളെങ്ങനെയാണ് കൊടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഓടിക്കേ വരാം. അപ്പോൾ ഇതുണ്ട് നമ്മുടെ പോത്തപ്പന്മാർ മെയിൻ വേണ്ട. ഇവിടേക്ക് ഇങ്ങനെ പുല്ലുണ്ട്. ഇപ്പോഴൊന്നും പേടിയില്ല കേട്ടോ ഇവിടേക്ക് ഇറങ്ങുന്നത്. കാരണം ഇപ്പോൾ ഫുള്ളും കതിരായതുകൊണ്ട് ഇതൊന്നും ഇവർ ഇതിലേക്ക് ഇറങ്ങുമൊന്നും ചെയ്യില്ല. അതിൻ്റെ സൈഡുള്ള പച്ചപ്പുല്ല് മാത്രമേ മേയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാർ മേഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പോത്തുകൾ സൈസാവാനും പെട്ടെന്ന് എണീക്കാനുള്ള തീറ്റയൊക്കെയാണ് നമ്മൾ ബിയർ വേസ്റ്റ് കൊടുക്കുന്നത്. ബിയർ വേസ്റ്റ് മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ 2 ഐറ്റവും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്താലാണ് ഇവർക്ക് പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അധികം ചിലവില്ലാത്ത കാര്യങ്ങളുമാണ്. പോത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു 6 മാസം കൊണ്ടൊക്കെ വളർത്തി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നല്ലൊരു തീറ്റയാണ് കേട്ടോ. അപ്പോൾ അവർ മേഞ്ഞ് വരട്ടെ ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ. നമ്മളിതാ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, അവർ ബാക്കിൽ വരും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.